വലിയ ദൈവാനുഗ്രഹത്തിലേക്ക് നമ്മൾ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവരാണ്. ഒരു ആരാധന മനസ്സ് നിറച്ച് കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ ആഴവും ഉയരവും മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ എന്തു തന്നെയായാലും ഇതെല്ലാം പരിഹരിക്കാൻ അപ്പുറത്ത് കഴിവുള്ള കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹമാണെന്ന് തിരിച്ചറിയുന്ന അവസ്ഥയിൽ നിന്നാണ് ആരാധന മുളപൊട്ടി വരുന്നത്. നമുക്ക് നന്ദി പറയാം. കർത്താവേ, ഏറ്റു പ്രാർത്ഥിക്കുക. കർത്താവേ, എൻ്റെ കണ്ണീരിൻ്റെ ഈ കാലത്ത് അങ്ങയെ ആരാധിക്കുവാൻ, ആരാധിച്ച് പരിഹാരം കാണുവാൻ, അങ്ങയെ സ്നേഹത്താൽ എന്നെ നിന്റെ സന്നിധാനത്തിലേക്ക് ക്ഷണിച്ചതിന് നന്ദി പറയുന്നു. കർത്താവേ, എന്റെ ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളെയും അതിജീവിക്കുവാൻ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥം ലഭിക്കുന്ന ഈ ആരാധനയിൽ പ്രത്യേക പരിഗണനയാൽ എന്നെ ക്ഷണിച്ചതിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, എന്നെ ആരാധിക്കുവാൻ എനിക്ക് യോഗ്യത നൽകണമേ. എന്റെ ഇന്നത്തെയും എക്കാലത്തെയും എല്ലാ യോഗ്യത ഓർത്തുകൊണ്ട് ഞാൻ മനസ്തപിക്കുന്ന കർത്താവേ, എനിക്ക് പ്രാർത്ഥിക്കുവാൻ, ആരാധിക്കുവാൻ യോഗ്യത നൽകണമേ. എന്റെ കർത്താവേ, എന്റെ ആരാധനയെ സ്വീകരിക്കുന്നതിനായി നിന്റെ ആത്മാവിന്റെ അഭിഷേകത്തിൽ എന്നെ നിറക്കണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. ശ്രുതികട്ടെ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. മിശിഹായിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, ഉടമ്പടിയുടെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ആവശ്യങ്ങളാണ് ഉടമ്പടിയുടെ ഉള്ളറകളിലേക്ക് നമ്മളെ കൈപിടിച്ച് നടത്തുന്നത്. ജീവിതം മുന്നോട്ട് പോകുന്നതനുസരിച്ച് നിങ്ങൾ ഉടമ്പടി എടുത്താലും ജീവിതം മുന്നോട്ട് പോകുന്നതനുസരിച്ച് പുതിയ പ്രതിസന്ധികളെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് പുതിയ പ്രതിസന്ധികളെ കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ദൈവമേ, ഞാൻ ഉടമ്പടി എടുത്തില്ല, എന്നിട്ടും എനിക്കെന്താണ് ഇങ്ങനെ ഒരു പരീക്ഷണം വരണത് എന്ന് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് തോന്നാം. ഇതെന്താ വിഷയം എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ. നമ്മൾ പഠിക്കുന്തോറും ടെൻഷനല്ലേ അല്ലേ? പഠിക്കുന്തോറും ടെൻഷനാണ്. ഈ പരീക്ഷയ്ക്ക് എന്നാണ് ടെൻഷൻ തീരണത്? പരീക്ഷയ്ക്ക് എന്നാണ് ടെൻഷൻ തീരണത്? 1ാം ക്ലാസ്സിൽ വെച്ചിട്ട് പരീക്ഷ ഉണ്ടായത് ടെൻഷൻ ഉണ്ടായിരുന്നു. അത് 2ാം ക്ലാസ്സിൽ തീർന്നില്ലല്ലോ. 2ാം ക്ലാസ്സിൽ പരീക്ഷ ഉണ്ടായിരുന്നു, ടെൻഷൻ ഉണ്ടായിരുന്നു. നമ്മൾ PhD പോകുമ്പോഴും അവിടെ പരീക്ഷ ഉണ്ട്, ടെൻഷനുണ്ട്, ഇല്ലേ? അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉയരുന്നതനുസരിച്ച് ഈ ടെൻഷൻ ബൈ ടെൻഷനാണ് നമ്മൾ ദൈവത്തിൽ ഉയർന്നു വരണത്. ടെൻഷൻ ബൈ ടെൻഷനാണ്. അപ്പോൾ ഈ ടെൻഷനെ മാറ്റി നിർത്തിയിട്ട് ഒരു ജീവിതം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തെ അനുഭവിക്കുന്നതിന് ടെൻഷനെ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പോസിറ്റീവായിട്ട് വേണം. കാര്യം ഞാൻ ഈ ടെൻഷൻ്റെ ആളാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് കുഞ്ഞുനാൾ തൊട്ട് തന്നെ ഈ ടെൻഷൻ്റെ പ്രോബ്ലം ഉണ്ട്. എന്തെങ്കിലും ചെറിയ കാര്യം ചെയ്യണമെന്ന് വീട്ടിൽ പറഞ്ഞാൽ മതി, അത് ചെയ്ത് തീരണവരെ എനിക്ക് സമാധാനം കിട്ടുന്നില്ല. ചെയ്ത് തീരണവരെ എനിക്ക് സമാധാനം കിട്ടുന്നില്ല. അപ്പം ഞാനെന്ത് ചെയ്യും? എനിക്കങ്ങനെ വലിയ കൂട്ടുകാരൊക്കെ ഒന്നുമില്ല ഇങ്ങനെ നമുക്ക് ഒരു സപ്പോർട്ട് ചെയ്യാൻ ഉള്ള. എൻ്റെ ഒരു പഠനകാലം വെച്ച് കഴിഞ്ഞാൽ അത്ര കണ്ട് നല്ലൊരു കാലമല്ല, സപ്പോർട്ട് കുറവായിരിക്കും.
ചില വീടുകളിലൊക്കെ ഒത്തിരിയേറെ കസിൻസും അങ്ങനെ ഒന്ന് കസിൻസൊക്കെ എനിക്കുണ്ട്, പക്ഷേ ഉള്ള അകലെയാണ് അവരൊക്കെ, അടുത്തൊന്നുമില്ല. അതുകൊണ്ട് ഡയറക്റ്റ് പേഴ്സണൽ സപ്പോർട്ട് കിട്ടത്തില്ല. അപ്പനാണെങ്കിൽ അപ്പൻ അധികം സംസാരിക്കുന്ന ആളല്ല, അപ്പൻ കൽപ്പിക്കുന്ന ആളാണ്, പക്ഷെ സ്നേഹിക്കും, അടുപ്പമൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും അപ്പൻ ക്ഷിപ്രകോപിയാണ്. അപ്പം അതിന് എക്സ്ട്രാ ടെൻഷൻ ഉണ്ടാകും. പറയുന്ന കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് തീർന്നില്ലെങ്കിൽ അതിന് എക്സ്ട്രാ ടെൻഷൻ. അപ്പം നമ്മളെന്ത് ചെയ്യും? ഈ ടെൻഷനെല്ലാം കുഞ്ഞുനാൾ തന്നെ അറിയാവുന്ന പ്രാർത്ഥനകളിലേക്ക് ഈ ടെൻഷനെല്ലാം പ്രാർത്ഥനയുടെ ഒരു ചാലിലൂടെ എടുക്കും. അങ്ങനെയാണ് ഞാൻ ഈ കർത്താവിൻ്റെ മാലാഖ ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഇന്നിപ്പോൾ ഞാൻ കൊന്തയിൽ എന്തുകൊണ്ടാണ് നിങ്ങളൊക്കെ ഫിക്സ് ചെയ്യണേ? എന്തുകൊണ്ടാണ്? കർത്താവിൻ്റെ രൂപമാണ് ജപമാല എന്ന് പറയുന്നത്. അപ്പം അത് അന്ന് ഞാൻ അറിയാതെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. ഇന്ന് വിശ്വസിച്ചല്ല പ്രാർത്ഥിക്കണത്, സ്നേഹിച്ചാണ് പ്രാർത്ഥിക്കണത്. പ്രാർത്ഥനയുടെ ഒരു വ്യത്യാസം വന്നുപോയി. ഈ വ്യത്യാസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മൾ പണ്ട് വിശ്വസിച്ചാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഒരേ സാധനം തന്നെ പണ്ട് ഉപയോഗിച്ചിരുന്നതും ഇന്ന് ഉപയോഗിക്കുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടാകും. പണ്ട് നമ്മൾ വെള്ളം കുടിച്ചിരുന്നത് ദാഹം കെടാൻ വേണ്ടിയാണ്, അല്ലേ? ഇന്ന് വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ ഡീഹൈഡ്രേഷൻ ഉണ്ടാകരുത്, പിന്നെ കിഡ്നിയുടെ പ്യൂരിഫിക്കേഷൻ ഉണ്ടാകണം. ഇപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾക്കറിയാം. ഇപ്പം കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ കൂടുതൽ അറിയാം, കാര്യം അവരുടെ സിലബസ് എല്ലാം കുറച്ചുകൂടി മെച്ചമായ സിലബസാണ്. അപ്പോൾ വെറുതെ വെള്ളം കുടിക്കണതല്ല, അവരതാണ് വാട്ടർ ബോട്ടിൽ കൂടെ നടക്കുന്നതാണ്. പിള്ളേരുടെ കയ്യിൽ വാട്ടർ ബോട്ടിൽ ഉണ്ടല്ലോ, അവർ കുടിക്കുകയും ചെയ്യും കൃത്യമായിട്ട്. അവരുടെ തൊലിയൊക്കെ മിനുങ്ങിയിരിക്കണതിൻ്റെ കാര്യം എന്താണ്? വെള്ളം കുടിക്കണതാണ്. നമുക്ക് തൊലി മിനുങ്ങണത് നമുക്ക് വെള്ളം കുടിയുമായിട്ട് നമുക്ക് കണക്ട് ചെയ്തില്ലായിരുന്നല്ലോ, ഇല്ലേ? നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഗ്ലിറ്ററിങ് ആയിട്ടിരിക്കുന്നത് വെള്ളം കുടിക്കണമായിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടില്ല. സൗന്ദര്യത്തെ പോലും നമ്മൾ വെള്ളം കുടിക്കണമായിട്ട് കണക്ട് ചെയ്തിട്ടില്ല. ദാഹം വരുന്നു, വെള്ളം കുടിക്കുന്നു. ഇപ്പം സൗന്ദര്യവും വെള്ളവുമായിട്ടല്ലേ ഏറ്റവും കൂടുതൽ. നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ ആൾക്കാർ പോകുന്നുണ്ടെങ്കിൽ അവരും പറയും വെള്ളം കുടിക്കാൻ പറയും, ആവശ്യത്തിന് വെള്ളം കുടിക്കാൻ പറയും. തൊലിയൊക്കെ ഇങ്ങനെ ഉണങ്ങി ഡ്രൈ ഹൈഡ്രേറ്റഡ് ഇരിക്കുമ്പോൾ തന്നെ ആൾ കറുത്ത് പോകും, ആൾ വെളുത്ത് വരാൻ വേണ്ടി വെള്ളം കുടിക്കാൻ പറയും. അപ്പോൾ വെള്ളത്തെക്കുറിച്ചുള്ള കോൺസെപ്റ്റ് മാറിയില്ലേ, ഇല്ലേ? പണ്ട് ദാഹത്തിന് മാത്രം കുടിച്ചു, ഇപ്പോൾ നമ്മൾ സൗന്ദര്യം വർദ്ധിക്കാൻ വേണ്ടി കുടിക്കുന്നു. ഈ ഒരു ഫോർമാറ്റ് ചേഞ്ചിങ് ആധ്യാത്മികതയിൽ വരണം. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ട് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. കാര്യങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ പിന്നെ സ്നേഹിച്ച് പ്രാർത്ഥിക്കണം, വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. ഇപ്പം നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ സിസ്റ്റർ 1-2 ദിവസം ഇവിടെ സാക്ഷ്യത്തിനത് പറഞ്ഞു. ഞാൻ ഇവിടെ നിന്നപ്പോൾ കർത്താവ് എന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചായിരുന്നു. ഞാൻ എല്ലാ ദിവസവും ആൾക്കാരോട് സംസാരിക്കും. എൻ്റെ കുർബാനയുള്ള ദിവസങ്ങളൊക്കെ ഞാൻ ശരിക്കും പ്രാർത്ഥിച്ച് രാത്രിയും പകലൊക്കെ ഒരുങ്ങിയാണ് വരുന്നത്. അപ്പോൾ രാവിലെ ഞാൻ ആൾക്കാരുടെ മുമ്പ് നിൽക്കുമ്പോൾ കർത്താവ് എനിക്ക് ദൈവിക രഹസ്യങ്ങൾ, കാര്യം നമ്മുടെ ബൈബിളിൻ്റെ ഒരു പ്രത്യേകത ഭയങ്കര ട്രഷറാണിത്, പക്ഷേ ഭയങ്കര പ്രാക്ടിക്കലുമാണ്. ഈ ബൈബിളിൻ്റെ വചനങ്ങൾ അറിഞ്ഞ് ആപ്ലിക്കേറ്റ് ചെയ്താണ് നമ്മളിത് ദൈവത്തിൽ ഉയർന്ന് വളർന്നൊക്കെ വരണത്. അപ്പം അതുകൊണ്ട് ബൈബിളൊക്കെ കേൾക്കുമ്പോൾ സൂക്ഷിച്ചുകൊണ്ടിരിക്കണം. അത് എന്നെ ബാധിക്കുന്ന പ്രശ്നം. ഞാൻ കുർബാനത്തിൻ്റെ കുർബാനയ്ക്ക് വരുമ്പോൾ ചെറിയ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കത്തില്ല. അവരവർക്കും കുർബാനയുടെ മെയിൻ സംഭവം ആ വാഴ്ത്തും കോൺസെക്രേഷനാണ് എന്ന് പറഞ്ഞാൽ കോൺസെക്രേഷൻ വരാൻ വേണ്ടി കാത്തിരിക്കും. എവങ്കേലിയോ പോലും ശ്രദ്ധിക്കത്തില്ല. അപ്പോൾ അതിനകത്ത് അറിവില്ലായ്മ കൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത്. കാര്യം കുർബാനയിൽ ഇതെല്ലാം ഒരുപോലെയാണ്. എവങ്കേലിയും മുറിക്കണതും വചനം മുറിക്കണതും കർത്താവിൻ്റെ ശരീരം അൾത്താരെ മുറിക്കണതും രണ്ടും ഒരേ പ്രോസസ്സാണ്. അപ്പം അതുകൊണ്ട് തന്നെ വചന പ്രഘോഷണത്തിൽ വചനാധിഷ്ഠിതമായിട്ടാണ് അച്ഛൻ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊതിയോടുകൂടി കേട്ടിരിക്കണം. വചനം എപ്പോഴും ഓരോ ടൂളാണ്. അപ്പോൾ ഇതെങ്ങനെ ഇതിൻ്റെ ഒരു കറസ്പോണ്ടിങ് ആപ്ലിക്കേഷൻസ് ഉണ്ട് അതിൻ്റേതായിട്ടുള്ള. അത് എങ്ങനെ ആപ്ലിക്കേറ്റ് ചെയ്യണത്? ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു നമ്മൾ ചമ്പക്കുളത്തു നിന്നൊരു സഹോദരി ഒരു റോസ് ബെന്നി എന്നും പറഞ്ഞൊരു മോളെ സാക്ഷ്യം പറഞ്ഞു. നമ്മുടെ കൃപാസനം നമ്മൾ ഒരുമിച്ച് വളരുകയാണ്. അപ്പോൾ നമ്മൾ സാക്ഷ്യത്തിലാണ് വളരുന്നത്. എനിക്ക് ഭയങ്കര സീരിയസ് ആണ് ഈ സാക്ഷ്യങ്ങൾ. അവിടെ കാര്യം നമുക്ക് സാക്ഷ്യങ്ങൾ എന്താ പറയുക, മനുഷ്യന്മാർ ഓരോരുത്തരും ഓരോ സിറ്റുവേഷനിലാണ്. അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന നോട്ട് ക്രിസ്തു എല്ലാമാണെന്നുള്ളതാണ്. ക്രിസ്തു എല്ലാമാണ്. അപ്പോൾ അശുദ്ധാത്മാവ് എന്നോട് പല പ്രാവശ്യം വചനത്തിലുള്ളതാണെങ്കിലും
എനിക്ക് കിട്ടിയ നോട്ട്, നീ ആ മേഖലയിൽ കൂടുതൽ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തു എല്ലാമാണ്. എന്നിട്ട് പറയും എല്ലാവരിലുമാണെന്ന് പറയും. കൊളോസ്യസ് നമുക്ക് എടുത്ത് ആ വചനം എടുത്ത് കൊളോസോസ് 3:11. കൊളോസ്യസ് 3:11. ഇവിടെ ഗ്രീക്കുകാരനെന്നോ യഹൂദനെന്നോ പരിച്ഛേദിതനെന്നോ അപരിച്ഛേദിതനെന്നോ അപരിഷ്കൃതനെന്നോ സിദിയനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ വ്യത്യാസമില്ല. പിന്നെയോ ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. സ്റ്റാറ്റസിൻ്റെ പ്രോബ്ലം ഒന്നും ഇവിടെ ഇല്ല. അതാണ് സ്റ്റാറ്റസിനെ ഇവർ നള്ളിഫൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഓരോരുത്തരും ഓരോ സ്റ്റാറ്റസിലുള്ള ആൾക്കാരില്ലേ. നമ്മൾ സമുദായത്തൊക്കെ ജീവിക്കുമ്പോൾ ബൈബിൾ എങ്ങനെയൊക്കെ വളർന്നാലും ഈ സ്വീകരിക്കുന്നത് മനുഷ്യനായത് കാരണം ബൈബിളിനെ എൻ്റെ ചിറക് അരിഞ്ഞാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ഇപ്പം നമ്മൾ ഒരു പക്ഷിയെ വളർത്താൻ വേണ്ടി എടുക്കുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ആദ്യം എൻ്റെ ചിറകെ വെട്ടിക്കണേ. ബൈബിളിൽ നമ്മൾ സ്വീകരിച്ചത് വളർത്തു പക്ഷിയെ പോലെയാണ്. ബൈബിൾ ഭയങ്കര പവർഫുള്ളാണ്. പക്ഷെ നമ്മുടെ ജാതിയും നമ്മുടെ സമുദായമൊക്കെ നോക്കിയിട്ട് ആണ് നമ്മൾ ബൈബിൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇന്നലെ ഇവിടെ ഒരു അച്ഛൻ നടന്നു വന്ന്, ഒരു എസ്ചക്കാരൻ, അങ്ങനെ ഓക്സ്ഫോർഡിൽ പഠിച്ച ആളാണ്. ഓക്സ്ഫോർഡ് പഠിച്ചിട്ട് ഇപ്പോഴ് റോമിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കോളേജിൽ. അദ്ദേഹം നല്ല പ്രൊഫസറാണ്. അപ്പം അദ്ദേഹം ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഈ മങ്കൊമ്പ് വഴി മഴയത്ത് നടന്ന് വന്ന് കൊന്തയഞ്ചേരിക്കൊണ്ട് മാതാവിൻ്റെ അടുത്ത് ലീവിന് വന്നതാണ് നാട്ടിൽ. എനിക്കാണെങ്കിൽ അദ്ദേഹത്തിന് വല്ലാത്തൊരു ബഹുമാനം തോന്നി. കാര്യം അദ്ദേഹം ഒരു ഉന്നതമായ നിലവാരത്തിൽ എഡ്യൂക്കേഷൻ ലെവലിൽ ഭയങ്കര ഹൈയാണ്. പല പല ഭാഷകളറിയാം, പക്ഷേ വിശ്വാസത്തിൽ അതിനേക്കാൾ ഹൈയാണ്. ഞാൻ രാത്രി അദ്ദേഹത്തിൻ്റെ ഒരു മെസ്സേജ് കണ്ടപ്പോൾ അദ്ദേഹം എനിക്കൊരു നന്ദിയൊക്കെ പറഞ്ഞ് ഞാൻ അദ്ദേഹത്തെ സ്വീകരിച്ചതിന്. അപ്പം ഞാനൊരു പറഞ്ഞു, നിങ്ങൾ അക്വിനാസിനെ പോലെയാണ് എന്ന് ഞാൻ പറഞ്ഞ് വാട്സപ്പിലൊരു മെസ്സേജ് ഇട്ട്. നിങ്ങൾ അക്വിനാസിനെ പോലെയാണ്. എന്താണ് അക്വിനാസിൻ്റെ പ്രത്യേകത? വിശുദ്ധ അക്വിനാസിൻ്റെ പ്രത്യേകത, നിങ്ങൾ വിശുദ്ധനാണ്, അതേസമയം തന്നെ നല്ല വിജ്ഞാനിയാണ്. ഈ വിജ്ഞാനം കൂടുമ്പോൾ വിശുദ്ധി കുറവില്ല ചില ആൾക്കാർക്ക്. ഈ അച്ഛന് അങ്ങനെയില്ല, വിജ്ഞാനവും കൂടി വിശുദ്ധിയും കൂടി എൻ്റെ ഒപ്പം. അത് നമുക്ക് സംസാരിക്കുമ്പോൾ മനസ്സിലാകും അത്. അപ്പോൾ എൻ്റെ വിഷയം എന്ന് പറയണത്, ചില ആൾക്കാർക്ക് ഈ വിജ്ഞാനം കൂടിക്കഴിയുമ്പോൾ വിശുദ്ധി കുറയും. അത് നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ കപ്പാസിറ്റി, ഈ മെരിറ്റിന് അങ്ങനെ ഒരു ദോഷമുണ്ട്. എന്താണ് മനുഷ്യന്മാരുടെ ഒരു ശത്രു എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ഉടമ്പടി ഭാഷയാണ് ഉപയോഗിക്കണമെങ്കിൽ പറയും മെരിറ്റ് ഈസ് ദ എനിമി. നമ്മുടെ ശത്രു മെരിറ്റാണ്. മെരിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പുതിയ ശത്രു ഉടമ്പടി നമ്മളെ ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്ത് തരും നമുക്ക്. ഉടമ്പടിയുടെ ഒരു ഗുണം അതാണ്. ഉടമ്പടി നമ്മൾ കൺഫ്രണ്ട് ചെയ്യാത്ത, നമ്മളെ അജ്ഞാതമായ കോണിൽ നിന്ന് നമ്മളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിരുന്ന ഒരു അജ്ഞാത ശത്രുവിനെ, പുരാതനമായ ഒരു ശത്രുവിനെ ഉടമ്പടി ഇങ്ങനെ മുമ്പിൽ കൊണ്ടുവരും. അയാളുടെ പേര് മെരിറ്റ് എന്നാണ്. മെരിറ്റ് എന്ന് വെച്ചാൽ കപ്പാസിറ്റി, നമ്മുടെ യോഗ്യത. നമ്മുടെ യോഗ്യതയ്ക്ക് ഇവൻ നമ്മൾ എന്തുമാത്രം അറ്റാക്ക് ചെയ്യുന്നുണ്ടെന്ന് നമുക്കൊരു പിടിയില്ല. കാര്യം വെച്ചാൽ നമ്മളെപ്പോഴും ഇപ്പം ഞങ്ങൾക്കൊരു 50 ലക്ഷം രൂപ FD ഉണ്ടെങ്കിൽ അതിൻ്റെ ബേസിൽ നിങ്ങളെ പ്രാർത്ഥിക്കത്തുള്ളൂ. ഉറപ്പല്ലേ? നിങ്ങൾക്ക് കാരണ ഇല്ലെന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ കാര്യക്കെട്ട് വീഴും. കാരണ കയ്യിലില്ലെങ്കിൽ കർത്താവിൻ്റെ കാര്യക്കെട്ട് വീഴും. അലമാര നിറച്ച് കാശാണെങ്കിൽ അതിൻ്റെ കുറച്ചേ പ്രാർത്ഥിക്കത്തുള്ളൂ. ആധ്യാത്മികതയുടെ ഏറ്റവും വലിയ ഇന്നേറ്റ് എനിമി എന്ന് പറയുന്നത്, ആന്തരിക ശത്രു എന്ന് പറയുന്ന മെരിറ്റാണ്. ഈ ഉടമ്പടി ഈ മനുഷ്യൻ ഗതി കിട്ടാതെ കിടക്കുന്ന കാരണങ്ങൾ അതിൻ്റെ ഒരു കാരണം ഈ മെരിറ്റിലുള്ള റീസണബിൾ ആയിട്ടുള്ള അഡിഹറൻസാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ യോഗ്യതയിലുള്ള അമിതമായ ആശ്രയം. എൻ്റെ മക്കളിത് ശരിക്കും മനസ്സിലാക്കണം. ഇതൊരു വളരെ സീരിയസ് ആയിട്ട് മെക്കാനിക്കലായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ റിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മെക്കാനിസം മനസ്സിലാക്കണം. നമ്മുടെ പല പ്രശ്നങ്ങളും ദൈവം രജിസ്റ്റർ ചെയ്യത്തില്ല. ചില പ്രാർത്ഥനകളുടെ ഒരു കുഴപ്പം, ദൈവം ആ പ്രാർത്ഥന രജിസ്റ്റർ വരത്തില്ല. ഇപ്പം നമ്മളിങ്ങനെ കമ്പ്യൂട്ടറൊക്കെ 100 കണക്കിന് അടിച്ചാലും ചില ആ സേവ് ബട്ടൺ അമർത്തിയില്ലെങ്കിൽ എല്ലാം ഡിലീറ്റായി പോകും. അതുപോലെ പ്രാർത്ഥനകളും എല്ലാം ഡിലീറ്റാണ്, പലതും ഡിലീറ്റായി പോയിട്ടുണ്ട്. നമ്മൾ ചെറുപറ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ ഓട്ടോമാറ്റിക് ഡിലീറ്റിങ് വരും ഇതിൻ്റെ അകത്ത്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രാർത്ഥന രജിസ്റ്റർ ആകാത്തതിൻ്റെ കാരണം
ഇതിൻ്റെ അവലംബങ്ങളുടെ കുഴപ്പമാണ്. അവലംബങ്ങളെന്ന് പറയണത്, ഇപ്പം നമുക്ക് കുറച്ച് ആസ്തി ഭദ്രതയുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള കാര്യത്തിന് അവലംബങ്ങളുള്ളു. ഇപ്പം നമ്മൾ മെഡിക്കൽ കോളേജിലേക്ക് രോഗിനെയും കൊണ്ട് പോവുകയാണ്. ഇപ്പം നമ്മൾ തന്നെ രോഗിയായിട്ട് അറ്റാക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവമാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മെഡിക്കൽ കോളേജിലോട്ട് ആംബുലൻസ് പറപ്പിച്ച് വിടുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ നമ്മൾക്കൊരു ധാരണ ഉണ്ട്, എന്താ നമ്മുടെ മരുമകനാണ് അവിടെ സർജൻ. എന്നാൽ പിന്നെ ഈ ആംബുലൻസിൽ കിടക്കുന്ന രോഗിക്ക് പകുതി ദൈവം മരുമകനായിരിക്കും. പിടിയിട്ടില്ലേ? ഈ അറ്റാക്ക് അടിച്ചുകൊണ്ട് ആംബുലൻസിൽ കയറി കൂയി പോണ പാർട്ടി അവിടെ സർജൻ മരുമകനാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് അത് കുറഞ്ഞുള്ള ആദ്യമേ ഉള്ളൂ. മരുമകൻ ആണല്ലോ അവിടെ, ഇനിയിപ്പോൾ ചെന്ന് പെട്ടാൽ മതിയല്ല അവിടെ. അപ്പോൾ പിന്നെ പ്രാർത്ഥിക്കണ റോഡിൻ്റെ ഗട്ടർ കുറയാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കത്തുള്ളൂ. ഓപ്പറേഷനൊക്കെ മരുമകനല്ല. ഇതെന്ത് നമ്മുടെ മെരിറ്റുകൾ നമ്മളുടെ പ്രാർത്ഥനയെ ബാധിക്കുന്നുണ്ട്. ഇത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു മെരിറ്റുമില്ലാത്ത ആൾക്കാരായിട്ട് ദൈവതിരുസന്നിധിയിൽ നിൽക്കണം. ഒരു മെരിറ്റുമില്ലാത്ത, നമ്മൾ കണ്ട ആ സാക്ഷ്യത്തിൽ റോസ് ബെന്നിയുടെ സാക്ഷിയാണ്. റോസ് ബെന്നി നമ്മുടെ നാട്ടുകാരി, ഇവിടുത്തെ നാട്ടുകാരിയാണ്, അശംഭകുളത്തുകാരിയാണ്. ആ സാക്ഷ്യങ്ങളപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് അവലംബങ്ങൾ, ഇവിടെ അവലംബങ്ങളുടെ പ്ലേസ്മെൻറ്റ് ഭയങ്കര രസമാണ്. അപ്പോൾ അവർക്ക് അവരുടെ ജീവിത ഉപാധി എന്ന് പറയുന്നത് ഒരു പാടശേഖരമാണ്. 9 ഏക്കറുള്ള ഒരു പാടശേഖരമാണ്. ഈ പാടത്തുനിന്ന് നെല്ല് കൊയ്തെടുത്തിട്ട് വേണം ഈ 2 കുഞ്ഞുങ്ങളുണ്ട്, അതുങ്ങളെ പഠിപ്പിക്കാനും പിന്നെ ബാക്കിയുള്ള ഹൗസ് മെയിൻ്റെനൻസ് എല്ലാം നടത്തേണ്ട ഇതിലേതാണ്. ബെന്നിയും ഇവരും 2 പേരും കർഷകരാണ്. അപ്പോൾ ഇവരുടെ പരിപാടി ഈ നെല്ലിൻ്റെ കാര്യമൊക്കെ അറിയാമല്ലോ, നിങ്ങൾക്കറിയാമല്ലോ. നമ്മുടെ അതിലെ കുട്ടനാടൻ പാടശേഖരങ്ങളെ എപ്പോഴും നമുക്ക് ഭീഷണിയാകുന്നത് ഏത് സമയത്ത് വേണമെങ്കിലും ഒരു ന്യൂനമർദ്ദം വന്നാൽ മതി, അപ്പം തന്നെ മലവെള്ളം പാഞ്ഞുകൊണ്ട് വരും. ഒരു ന്യൂനമർദ്ദം വന്നാൽ മതി, 5-6 ദിവസം നിന്ന് പെയ്ത അപ്പം തന്നെ പമ്പ എന്ന് പറയുന്ന ഭയങ്കര ഒരു ഭീകര ജീവിയാണ് സംഭവം. അത് മുഴുവനും വന്ന് ആ കുട്ടനാട് മുഴുവൻ മുക്കിക്കളയും. കടലിൽ ദിവസങ്ങളിൽ വെള്ളം എടുക്കത്തില്ല. അതിങ്ങനെ ടൈഡ് നോക്കിയിട്ടാണല്ലോ വെള്ളം എടുക്കുന്നത്. ഇപ്പോൾ വെള്ളം എടുക്കാത്ത ദിവസമാണെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടാകും. അപ്പോൾ പാടശേഖരത്തൊക്കെ കയറും. ആപ്പടെ ഒരു വലിയ കഷ്ടപ്പാടാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ എങ്കിലും ഇതിനകത്ത് വിശ്വാസഭീരന്മാരുണ്ട്. അവർക്കൊരു കഷ്ടപ്പാടും ഉണ്ടാകത്തില്ല ഒരിക്കലും. പ്രാർത്ഥിക്കുന്ന കഷ്ടപ്പാട് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. വിശ്വാസഭീരന്മാർക്കൊരു പ്രശ്നമില്ലേ. അവർക്ക് ഉള്ള കഷ്ടപ്പാടെന്ന് പറയുന്നത് അവർക്ക് ടെൻഷൻ ഉണ്ടാക്കി കൊടുക്കും ദൈവം. ഇവർ ടെൻഷനെ വിശ്വാസം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ടെൻഷനെ അതിജീവിക്കും. നമ്മൾക്ക് ഈ പ്രാർത്ഥനയുടെ കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയാണ് ഇതുപോലെ പുതിയ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യണത്. പ്രാർത്ഥനയുടെ കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ അത് ചില ആൾക്കാർക്ക് അത് ശരിക്കും അവരത് പ്രയോജനപ്പെടുത്തും. ഇപ്പം ഈ റോസ് ബെന്നിയുടെ വിഷയം എന്ന് പറയണത്, ഇവർ നെല്ലെല്ലാം കുലച്ച് പാകമായി കൊയ്ത്തുകാലമായപ്പോൾ പെട്ടെന്ന് ന്യൂനമർദ്ദം വന്നു. അപ്പോൾ എല്ലാം ഭയങ്കര കാറ്റ്. ഇപ്പോൾ ഇന്നലെയൊക്കെ ഭയങ്കര കാറ്റായിരുന്നു ഇവിടെയല്ല, കടലോരത്തൊക്കെ ഭയങ്കര കാറ്റായിരുന്നു. മണിക്കൂറിന് 60 വെച്ചുള്ള കാറ്റാണ്. അപ്പോൾ അടിച്ചു തല്ലിപ്പോവും തെങ്ങെല്ലാം. അപ്പോൾ ഞാറിങ്ങനെ വീണുപോയി, വെള്ളത്തിലേക്ക് വീണുപോയാൽ ഞാറിനൊരു കുഴപ്പമുണ്ട്. വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ നമ്മൾ 1-2 ദിവസമൊക്കെ ഇങ്ങനെ ഈ കതിരയിലിങ്ങനെ നെല്ലൊക്കെ തൂങ്ങിക്കിടക്കും. അപ്പോൾ 1-2 ദിവസം കഴിഞ്ഞാൽ വെള്ളത്തിലാണെങ്കിൽ പതുക്കെ ഇത് അടന്നടന്ന് ഇതിനകത്ത് വീഴും. നമുക്ക് 1-2 ദിവസം ആ സമയം തെറ്റിയപ്പോൾ ഞങ്ങൾക്ക് കിട്ടത്തില്ല, എല്ലാം അടന്നു പോകും. അതാണ് വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ കുഴപ്പം. ഭയങ്കര സങ്കടകരമായ ഒരു കാഴ്ചയാണ്. സെക്കൻഡുകൾക്കുള്ളിൽ നമ്മുടെ എല്ലാ പ്രതീക്ഷയും ഇങ്ങനെ അസ്തമിച്ച് പോണവർ തോന്നും. ഇപ്പം ന്യൂനമർദ്ദം കയറി കാറ്റടിച്ച് മഴയത്ത് ഈ 9 ഏക്കർ ഇങ്ങനെ അടിച്ച് തല്ലിപ്പോയപ്പോൾ അപ്പോഴും ബെന്നി റോസിനോട് ചോദിക്കും, നമ്മളെന്ത് ചെയ്യും, നമ്മൾ തീർന്നല്ല എന്ന് പറയും. കാര്യം കടമൊക്കെ മേടിച്ചൊക്കെ ഇതൊക്കെ ചെയ്യണത്, ഇതിൻ്റെ വളമൊക്കെ വാങ്ങിക്കുന്നത് കുറേയൊക്കെ ഗവൺമെൻറ് കൊടുക്കുമായിരിക്കും, ബാക്കിയെല്ലാം നമ്മൾ തന്നെ കൂടി ചെയ്യണം. എൻ്റെ വണ്ടി ഇറക്കണത് ഉഴുതുമറിക്കണത് എല്ലാം കുറേ കടമുണ്ട്. ഇപ്പം കടവും പരിഹരിക്കണം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വേറെ എവിടെയൊക്കെ കൊയ്ത് ഈ ന്യൂനമർദ്ദത്തിന് മുമ്പ് അപ്പോഴും ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ കൊയ്ത് കൊണ്ട് ഗവൺമെൻറ് അല്ല ഇപ്പോൾ കൊയ്യണത്. ഈ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനൊക്കെ ഇത് മൊത്തമായിട്ട് എടുത്തിട്ട്
അവിടെ വെച്ച് തന്നെ ഇത് ഉണക്കി അവിടെ വെച്ച് തന്നെ അരിയാക്കി കൊണ്ടുപോകുന്ന സംവിധാനങ്ങളുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് അരി എടുത്തിട്ട് ഇവർക്ക് വേണ്ട ഫണ്ട് അവരുടെ പാസ്ബുക്കിൽ കൊടുക്കുന്ന പരിപാടിയൊക്കെയാണ്. അപ്പോൾ എന്തിന് 100-ന് 108 കിലോനാണ് എടുക്കുന്നത്. അതപ്പോൾ മുതലാകത്തില്ല. മനുഷ്യന്മാർക്ക് ഓരോ വിഷയമാണ്, പ്രാർത്ഥനയ്ക്ക് ഓരോ സബ്ജക്റ്റ് തന്നെ ഓരോ കണ്ടില്ലേ. 100 കിലോ എടുക്കുന്ന സ്ഥലത്ത് 108 കിലോ മേടിക്കും. പണ്ട് പേട് വാശി എന്നൊക്കെ പറഞ്ഞിട്ട് തേങ്ങ നമ്മൾ കൊടുക്കുമ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു. 100-108 ഉണ്ടായിരുന്നു. പേട് വാശി എന്ന് പറയും. എന്നുവെച്ചാൽ നമ്മൾ മടപ്പുറം തേങ്ങ കൊടുക്കത്തില്ലേ, അപ്പോൾ കൊടുക്കുമ്പോൾ 100 തേങ്ങ കൊടുത്താൽ അവർ തേങ്ങക്കാർ 108 എടുക്കും. ഇതിൻ്റെ വല്ലതും പേട് പൊതിച്ച് കഴിയുമ്പോൾ പേടുണ്ടാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എടുക്കണതാണ്. അപ്പോൾ അതൊക്കെ ഭയങ്കര നഷ്ടമാണ്. ഓരോ 100 തേങ്ങയ്ക്ക് 8 തേങ്ങ നഷ്ടപ്പെടും. അതുപോലെ തന്നെയാണ് ഈ നെല്ലിനും. ഗവൺമെൻറ് നെല്ലെടുക്കുമ്പോഴും ഇടനിലക്കാരെക്കൊണ്ടാണല്ലോ എടുപ്പിക്കുന്നത്. യവന്മാർ അവിടെ ലാഭത്തിൽ നിന്ന് ഒപ്പിക്കാൻ വേണ്ടി 100-ന് 108 കിലോ അളക്കാൻ പറയും. ഇപ്പോൾ മിനി റോസിൻ്റെ പ്രശ്നം, റോസ്ബെരിയുടെ പ്രശ്നം, ഈ 100-ന് 8 വെച്ചാണ് ഇത് അളക്കണമെന്നുണ്ടെങ്കിൽ 100 കണക്കിന് കിലോ കിൻഡൽ നഷ്ടപ്പെടും. അപ്പോൾ പിന്നെ നമുക്ക് കിട്ടാത്ത കണക്കായിരിക്കും. അപ്പോൾ അവളിപ്പോൾ മാതാവിനോട് പറയും, മാതാവേ 100-ന് 108 വെച്ചാൽ നമുക്ക് നിൽക്കാപ്പള്ളിക്കളിയില്ല. ഇപ്പോൾ ഈ കാലങ്ങളിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞ് ഉടമ്പടി എടുക്കുന്ന ചില ആൾക്കാർ ഭയങ്കരമായിട്ട് ഉടമ്പടി പ്രയോജനപ്പെടുത്തും. ഉടമ്പടി എന്ന് പറയുമ്പോൾ ദൈവം ഉദ്ദേശിക്കുന്നത് ബൈലാറ്ററൽ എഗ്രിമെൻ്റ് അല്ലേ. ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈലാറ്ററൽ എഗ്രിമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉഭയകക്ഷി കരാറ്. ഉഭയകക്ഷി എന്ന് വെച്ചാൽ 2 കക്ഷികൾ തമ്മിൽ. അപ്പോൾ ഉടമ്പടി നമ്മൾ ശ്രദ്ധയോടുകൂടിയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ദൈവം ഒരു വ്യക്തിയായിട്ട്, നമ്മളൊരു വ്യക്തിയായിട്ട് ഈക്വലായിട്ട് വരും. ഇത് ചില ആൾക്കാർക്ക് ഇതിൻ്റെ ഇക്കണോമിക്സ് അറിയാൻ പറ്റും. ഞാനും ദൈവവും ഇപ്പോൾ ഒരു ഉടമ്പടിയിലാണ്. അപ്പോൾ അതുകൊണ്ട് ചില ആൾക്കാർ എന്തെല്ലാം പ്രശ്നം വന്നാലും തളരത്തില്ല. എന്താ കാര്യം? ഉടമ്പടിയാണ്, ഉടമ്പടിയിലുള്ളതാണ്. ഇപ്പം മോഡി പ്രധാനമന്ത്രി ട്രംപിനെ പോയി കെട്ടിപ്പിടിച്ചാലും അവർ തമ്മിൽ വലിയ ബിസിനസ് ഡീലൊക്കെ നടത്തിയാലും റഷ്യക്കാരൻ കുലുങ്ങത്തില്ല. എന്താ കാര്യം? നമ്മൾ പത്രക്കാരൊക്കെ പറയും റഷ്യയിൽ നമ്മൾ മാറാൻ പോവുകയാണ്, നമ്മൾ അമേരിക്കയുമായിട്ട് ചേരിൽ വരാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞാലും പുടിൻ അവിടെ ഇരുന്നുകൊണ്ട് ഒന്നും കുലുങ്ങത്തില്ല. എന്താ കാര്യം? ഇന്ത്യയുമായിട്ട് വർഷങ്ങളോളം അവരുടെ ഉടമ്പടിയിലാണ്. ഇതിൻ്റെ അപ്പുറത്ത് ഫോറിൻ കണക്ഷൻസ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഉടമ്പടിക്കെതിരാണത്. അത് മോഡി ഒട്ടും ചെയ്യത്തുമില്ലെന്ന് പുടിനറിയാം. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് വരുന്ന ഈ ഉടമ്പടിയുടെ ഗുണം അതാണ്. ബൈലാറ്ററൽ ആയിട്ടുള്ള ബൈൻഡിങ്ങാണ്, മ്യൂച്വൽ ബൈൻഡിങ് വരും. അപ്പം നമ്മുടെ മുമ്പിലൂടെ എൻ്റെ മക്കളെ എൻ്റെ ദൈവത്തിൻ്റെ വിഷയത്തിലുള്ള ഉടമ്പടി സിമ്പിളാണ്. അപ്പം നമ്മൾ ദൈവദൃശ്യത്തിൽ ഏറ്റിരിക്കുന്ന കാര്യങ്ങൾ നമ്മളൊരു ദൈവികമായ രീതിയിൽ എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. സിമ്പിളായിട്ട് നമ്മൾ മാനുഷ്യമായിട്ട് രീതിയിലാണ് ചില ആൾക്കാർ ഉടമ്പടി ചെയ്യണത്. അതുകൊണ്ടാണ് ദൈവം ബൈൻഡ് ചെയ്യാത്തതിൻ്റെ കാരണം. പക്ഷേ ദൈവം അതിനെ അഡ്ഹിയർ ചെയ്യത്തില്ല, ദൈവം അതിന് വശംവദനാകത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉടമ്പടിയിൽ പല കാര്യങ്ങളും ഉഴപ്പും. നിങ്ങളാണെങ്കിൽ നിങ്ങൾ എത്ര കൊല്ലം മുമ്പിലാണെങ്കിലും ഉടമ്പടി ഉണ്ടായ കാലത്ത് ഇത് അമ്മയുടെ പ്രത്യക്ഷീകരണവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായതാണ്. അമ്മയുടെ പ്രത്യക്ഷീകരണവുമായിട്ട് ബന്ധപ്പെട്ട് അമ്മയുടെ പ്രത്യക്ഷീകരണം സഭ ഏറ്റെടുക്കാനും പ്രത്യക്ഷീകരണത്തിൻ്റെ ദൈവ ആനുകൂല്യങ്ങൾ ദൈവം ഉടമ്പടിയുടെ ബേസ്മെൻറ്റിലാണ് നമുക്ക് തരണത്. അപ്പോൾ ഇത് ഉടമ്പടി വേറെ പ്രത്യക്ഷീകരണം വേറെയല്ല, രണ്ടും ഒന്നാണ്. പ്രത്യക്ഷീകരണത്തിന് ദുരന്തമുണ്ടാകാൻ പോണ് പ്രാർത്ഥിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ പ്രാർത്ഥനയാണ് നമ്മൾ ഉടമ്പടി വഴി ചെയ്ത് തീർക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള തനത് അനുഗ്രഹങ്ങൾ ഒത്തിരി ഉണ്ട് പ്രത്യക്ഷീകരണം. അതുകൊണ്ടാണ് ഈ അമ്മയുടെ പ്രത്യക്ഷീകരണം അംഗീകരിച്ചുകൊണ്ട് ഉടമ്പടി ചെയ്യുന്നവരുണ്ട്. അത് വ്യത്യാസം ഉണ്ടാകും ഉടമ്പടിയിൽ. നിങ്ങളുടെ വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ചില ആൾക്കാർ ഉടമ്പടി ചെയ്യണത്. അപ്പോൾ അത് ലൂപ്പിംഗ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ചിലപ്പോൾ നിങ്ങൾക്കൊരു വിഷയമുണ്ട്, ഓക്കെ, വീടിന് ലോൺ വേണം, അല്ലെങ്കിൽ നിങ്ങളുടെ കേസ് നിങ്ങളുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ ജയിലിലാണെങ്കിൽ അവർ പുറത്തിറങ്ങണം, അതൊക്കെ ആയിരിക്കും നിങ്ങളുടെ ഉദ്ദേശം. ദാറ്റ് മേ ബി അത്. പക്ഷേ ഉടമ്പടി ചെയ്യുമ്പോൾ ഉടമ്പടി ബേസിക്കായിട്ട് എന്താണത്? അത് അമ്മയുടെ പ്രത്യക്ഷീകരണം 2004 ഡിസംബർ 7 സംഭവിച്ച പ്രത്യക്ഷീകരണം. ദുരന്തമുണ്ടാകാൻ കൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത് സമയഘടികാരത്തിൽ ചാർത്തിയ ലോക അന്ത്യത്തിൻ്റെ കളർ കാണിക്കുന്ന ഈ പ്രത്യക്ഷീകരണം അത് സഭ ഏറ്റെടുക്കാൻ വേണ്ടിയാണ് നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ആ പ്രാർത്ഥനയാണ് ഈ ഉടമ്പടിയിലൂടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യക്ഷീകരണത്തെ ലിങ്ക് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ഉടമ്പടി പുരോഗമിക്കണമെന്നുണ്ടെങ്കിൽ അതിന് വല്ലാത്ത മാറ്റങ്ങളുണ്ടാകും. നിങ്ങൾ ലിങ്ക് ചെയ്തിരിക്കണം നിങ്ങളുടെ വിസ പ്രോസസ്സിങ് നടക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് PR കിട്ടണം,
എന്നും പറഞ്ഞ ആ ഒരു വിഷയത്തെയാണ്, വ്യക്തിപരമായ വിഷയത്തെയാണ് മാത്രമാണ് നിങ്ങൾ ലിങ്ക് ചെയ്യണമെന്നെങ്കിൽ ഉടമ്പടി കിതക്കും. പറയണ അത്രയ്ക്ക് പെട്ടെന്ന് വർക്കൗട്ട് ചെയ്ത് കയറത്തില്ല ഇത്. കാര്യം ഇത് എപ്പോഴും നമ്മൾ ഇത് എവിടെ നിന്നാണ് ഇതിൻ്റെ സോഴ്സ് വരണമെന്ന് നോക്കണം. അപ്പോൾ അതുകൊണ്ട് രണ്ടാമതെടുത്ത് മാറ്റിക്കുത്തണം. ഇപ്പോൾ നമ്മൾ ഒരു ലൈൻ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത ലൈൻ കുത്തും. ആ ലൈനും പോയി കഴിഞ്ഞാൽ അടുത്ത ലൈൻ കുത്തും. അതാ 3 ഫേസിൻ്റെ ഒരു ഗുണം അതാണ്. അപ്പോൾ നിങ്ങളിത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള പ്ലഗിങ് നടത്തണം. ഇതിൻ്റെ ഒരു മെക്കാനിസം പ്രോപ്പർ പ്ലഗിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ വിഷയവുമായിട്ടാണ് ഉടമ്പടി അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അങ്ങ് അറ്റാച്ച് ചെയ്ത് വർക്ക് ചെയ്യത്തില്ല. ഇത് പ്ലഗ് ചെയ്യേണ്ടത് അമ്മയുടെ പ്രത്യക്ഷീകരണമായിട്ടാണ് പ്ലഗ് ചെയ്യേണ്ടത്. നിങ്ങളെന്താ ദൈവത്തോട് പറയേണ്ടത്? ഉടമ്പടി എടുത്തുകൊണ്ട് എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ. അതാണ് സംഭവം. അപ്പോൾ നിങ്ങൾ മരം അറിഞ്ഞു വേണം കൊടിയിടാൻ. അപ്പം അതുകൊണ്ട് ഈ കൊടി നശിക്കണമെമ്പോൾ മരം നശിക്കണ മരങ്ങളില്ലേ, അങ്ങനെ ഇടത്തില്ല. അത് കൊടിയുടെ കാലം കഴിഞ്ഞാലും മരം നിൽക്കണ കാണാം. അതിന് മരം അറിഞ്ഞ് കൊടിയിടണമെന്ന് പറഞ്ഞാൽ കാരണം അതാണ്. അപ്പം അതുകൊണ്ട് കൊടിയെന്ന് പറയുന്നത് എന്താണ്? കുരുമുളക് കൊടി. കിഴക്കുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാകും. പടിഞ്ഞാറുള്ളവർക്ക് കൊടിയെന്ന് വെച്ചാൽ പെട്ടെന്ന് ഈ മാർക്സിസ്റ്റ് പാർട്ടിക്കാരുടെയും കോൺഗ്രസ്സുകാരുടെയും കൊടിയെന്നേ മനസ്സിലാകത്തുള്ളൂ. അപ്പം മരം അറിഞ്ഞ് കൊടിയിട്ടെന്ന് പറഞ്ഞാൽ കുരുമുളക് കൊടിയുടെ കാര്യമാണ് പറയണത്. അത് വല്ല കൊന്നപ്പത്തലേം കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ ശരിയാകത്തില്ല. അപ്പം അതുകൊണ്ട് അച്ഛൻ്റെ അഭിപ്രായത്തിൽ പ്ലഗിങ് സൂക്ഷിക്കണം. അമ്മയുടെ പ്രത്യക്ഷീകരണമാണ് അമ്മയുടെ പ്രത്യക്ഷീകരണം സഭ അംഗീകരിക്കാൻ എന്നെ കൂടി അതിൻ്റെ എൻ്റെ പ്രാർത്ഥന കൂടി അമ്മ സ്വീകരിക്കണം. ദൈവമേ, അമ്മയുടെ പ്രത്യക്ഷീകരണ സഭ ഏറ്റെടുക്കാൻ വേണ്ടി ഞാൻ ഈ പത്രം കൊടുക്കുന്നു, ഞാൻ ഈ പ്രാർത്ഥന ചൊല്ലുന്നു. അപ്പോൾ ഇതെല്ലാം അപ്പോഴും ജെന്യൂനായിട്ടുള്ളൊരു പ്ലഗിങ് വരും അവിടെ. ജെന്യൂൻ പ്ലഗിങ് വന്നാൽ പിന്നെ നമ്മൾ ഇത്രയും കിതക്കേണ്ട കാര്യമില്ല. ഇപ്പം അതെല്ലാം വളരെ പെട്ടെന്ന് മെക്കാനിക്സായിട്ട് ചെയ്യണ കാര്യങ്ങൾ. ഇപ്പം നമ്മൾ മീൻ വെട്ടണം, അപ്പോൾ കത്തിയെടുത്ത് നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ തല ചീവി കാല് വെട്ടി അതിൻ്റെ ചിറക് വെട്ടിയൊക്കെ ഇരിക്കട്ടെ. ഇപ്പം അങ്ങനെ അപ്പം ചൈനയിലൊരു മെഷീൻ കണ്ടില്ലേ, ഒരു മീനങ്ങോട്ട് ഇറക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വെട്ടിക്കഴുകി മെഷീനിങ്ങോട്ട് തരും. ഇപ്പം പോയി അത് മേടിക്കണ്ട, അവിടെ ഇരിക്കുക, ധ്യാനം കഴിഞ്ഞിട്ട് പോവുക. അപ്പോൾ അത് കാലം മാറി. അല്ലെങ്കിൽ നമ്മളൊരു മീനുമായിട്ട് എത്ര നേരം ഇരിക്കണം? അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ പ്ലഗിങ് ജെനുവിനാണെങ്കിൽ പെട്ടെന്ന് സ്പീഡപ്പ് ആവും. നമ്മളുടെ കാര്യത്തിനാണിത് വെക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് അതിൻ്റെ എന്താ കാര്യം? അതുകൊണ്ട് ദൈവം അതിൻ്റെ അകത്ത് ഇൻട്രസ്റ്റ് കാണിക്കത്തില്ല. അപ്പം അതുകൊണ്ട് ജെനുവിൻ പ്ലഗിങ് ഒരു പ്രധാനപ്പെട്ടതാണ്. അത് ആത്മാർത്ഥമായിട്ട് വേണം ഇത് പ്ലഗ് ചെയ്യാൻ. അത് നിങ്ങളും നിങ്ങളുടെ ഒരു ആവശ്യമായിട്ട് തോന്നണം. അമ്മയുടെ പ്രത്യക്ഷീകരണം സഭ ഏറ്റെടുക്കുന്നത് ദൈവത്തിൻ്റെ ആവശ്യമാണത്. പക്ഷെ അത് നമ്മുടെ ആവശ്യമാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തമാകും. ഈ ദൈവത്തിൻ്റെ സ്വന്തമായി കഴിഞ്ഞാലുള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ കാര്യം കുറച്ച് സിമ്പിളാവും. ഞാൻ പറഞ്ഞില്ലേ, റോസ് ബെയിനിയുടെ കാര്യം പറഞ്ഞില്ലേ, റോസ് ബെന്നിയുടെ കാര്യം ബെന്നി പറയും, എന്ത് ചെയ്യും റോസേ, നമ്മെങ്ങനെ ജീവിക്കും, ഈ മഴയൊക്കെ കണ്ട മഴ മാറുന്ന ലക്ഷണമില്ല എന്നൊക്കെ പറയും. അപ്പോൾ റോസ് പറയും, നമ്മൾ അമ്മയുടെ ഉപ്പറ്റ കൊണ്ടുവന്ന് ഇട്ടിരിക്കണത്, അപ്പോൾ ഇതിന് നമുക്ക് തരാതിരിക്കുക, താഴെ പണി ചെയ്യും, കുർബാനെ കൊണ്ട് കാശ് കൊടുത്തിട്ട് എൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥിക്കാൻ പറയും. അപ്പോൾ എന്ത് ഒരു ക്രൈസിസ് ടൈമിൽ വൈഫ് എന്ന് പറയുന്ന ഒരു യഥാർത്ഥ വൈഫായിട്ട് അങ്ങോട്ട് മാറുകയാണ്. അതായത് ഈ ക്രൈസിസ് ടൈമല്ലേ ഇത്. 9 ഏക്കറുണ്ട്, അത് പോയി കഴിഞ്ഞാൽ പിന്നെ ഇനി കടം മേടിച്ചാലേ വിത്ത് കിട്ടത്തുള്ളൂ വിതക്കാൻ വേണ്ടി. അപ്പോൾ ഈ ന്യൂനമർദ്ദം കയറി തലക്കുമ്പോൾ തൂങ്ങുമ്പോൾ എന്താ പറയണത്, താനത് ഒരു കുർബാനക്കൊണ്ടേ കാശ് കൊടുക്കുക. കുർബാനക്കൊണ്ടേ കാശ് കൊടുക്കാൻ പറയുന്നത് എന്താണ്? പൂർവികർ ഇല്ലേ, നമുക്ക് അവരുടെ സ്വത്താണ് നമ്മൾ തിന്നണത്. അത് ബോധമുണ്ടാണ് അതിനെക്കുറിച്ച്. ഇനി അപ്പനും തന്നില്ല, അമ്മാമ്മ തന്നില്ല, അപ്പാപ്പൻ തന്നില്ലെന്ന് പറയരുത്. നമ്മുടെ തടി തന്നെ അവർ തന്നതാണ്. ഇല്ലേ, ആർക്കും നിഷേധിക്കാൻ പറ്റുക? അതാണ് പൂർവികരുടെ ഇനി ആത്മകാര്യങ്ങളുടെ കാര്യം ഇപ്പോൾ ചെയ്യാൻ പറയും. അതൊക്കെ ഒരു ജ്ഞാനമല്ലേ റോസ് പറയണത്. എന്നുവെച്ചാൽ അപ്പൂപ്പന്മാർക്ക് ആർക്കെങ്കിലും ദൈവദൃഷ്ടൻ്റെ കടമുണ്ടെങ്കിൽ നിങ്ങൾ പോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കും. എന്നിട്ട് എല്ലാ ദിവസവും എൻ്റെ കൂടെ പള്ളി വാ. അപ്പോൾ അവരുടെ പിന്നെ അവർ വിശ്വാസമുള്ളവർ പിന്നെ അവളുടെ വിശ്വാസം കണ്ടപ്പോൾ ബെന്നിക്കും തോന്നി എന്നാൽ അവളുടെ കൂടെ പള്ളിയിൽ പോകാം, കുർബാനയ്ക്ക് പൈസ കൊടുക്കാം. അങ്ങനെ അവർ കൊടുത്ത് എന്നിട്ട് ബെന്നി രണ്ടാമത് കൊന്ത് ഇതിന് ചുറ്റും. റോസിന് പണ്ടേ ചെയ്തൊരു പണി കാണിച്ചു കഴിഞ്ഞാൽ ഈ പാടത്തിൻ്റെ 9 ഏക്കർ അവൾ നടക്കും കൊന്തയിലിക്കൊണ്ട്.
അത് ഞാറ് ഉണ്ടായ കാലം പോലെ ചെയ്യണ കാര്യമാണ്. അപ്പം അവരത് ആപ്ലിക്കേഷൻ ചെയ്യണത് അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ചോദിക്കും, ഇത് വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ, നാട്ടുകാരെ കാണിക്കണമെന്ന് ചോദിക്കും. ചില കാര്യങ്ങൾ നാട്ടുകാരെ കാണിക്കണം നമ്മൾ. അതിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാൻ എളുപ്പമാണ്, നമുക്ക് മുടക്കമൊന്നുമില്ല. എന്നുവെച്ചാൽ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാൻ എന്താ, നമ്മുടെ ആ കസേര വരച്ചിട്ട് അങ്ങോട്ട് കാലം കയറ്റി ഇരുന്നാൽ പോരെ, ഇത് വലിയ കുഴപ്പമുണ്ടാ. ഇങ്ങനെ ഈ ഒരു പ്രാർത്ഥന ഒരിക്കലും വിജയിക്കത്തില്ല. ഞാനാണ് ദൈവമെങ്കിൽ ആ കസേര വരച്ച് നിങ്ങളുടെ തലക്കെട്ടടിക്കും. എന്താ കാര്യം, നന്ദികേടല്ലേ ശരിക്കും പറഞ്ഞാൽ. ദൈവം ആരാണെന്ന് പോലും അറിയാൻ പാടാതെ തന്നെ കസേരക്ക് എഴുന്നിട്ട് മറ്റേ കാലെടുത്ത് ടീപ്പ് ചോദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണത്. അതാർക്കാ പറ്റാത്തത്? നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് തോന്നണ്ടേ, ഇത് പ്രാർത്ഥിക്കണം തോന്നണ്ടേ? അത് ഭയങ്കര സീരിയസ് ആയ വിഷയം. നിങ്ങൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ മിണ്ടായിരുന്നാൽ മതി. ഈ ആട് പ്രസവിക്കാൻ കിടക്കണവരെ കിടക്കരുത്. നിങ്ങൾക്ക് ആവതില്ല എന്നൊക്കെ ശരിയാണ്. ആവതില്ലാത്ത ആവതിന് ദൈവത്തിന്, എൻ്റെ മക്കൾ, ഇതിൻ്റെ റിസ്ക് എന്ന് പറയണത് ദൈവത്തിന് ഒന്ന് ബോധ്യപ്പെടുത്തി എടുക്കണം. അതാണ് ഒരു പ്രശ്നം. ദൈവത്തിന് ഒന്ന് ബോധ്യപ്പെടും. നിങ്ങൾ അതായത് ഒരു പ്രാർത്ഥന വിജയിക്കണമെങ്കിൽ അതിൻ്റെ ആദ്യത്തെ റിസ്ക് ദൈവത്തെ ബോധ്യപ്പെടുത്തി എടുക്കുന്നതാണ്. ദൈവത്തെ ബോധ്യപ്പെടുത്താൻ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് തലക്ക് ഭ്രാന്തി പിടിക്കും. എന്ന് വെച്ചാൽ കർത്താവ് പറയും, നിങ്ങൾ വെള്ളമടിച്ച കുഴിമാടങ്ങളാണ്. സിമ്പിളായിട്ട് പറഞ്ഞാണേ. നമുക്ക് കിട്ടിയിരിക്കണ ഒരു ബിരുദമാണ് വെള്ളമടിച്ച കുഴിമാടങ്ങളാണെന്ന്. അതിലെന്ത് പറയും, നിങ്ങളുടെ പുറമേ നല്ല വിശുദ്ധിയായിട്ടൊക്കെ ഭംഗിയായിട്ടിരിക്കും, അകമോ എന്ന് പറയും. അകം, അതാണ് കുഴപ്പം. ഈ സ്കാനിങ് കണ്ടുപിടിച്ച കർത്താവാണേ. ഈ ആൾ വരുമ്പോൾ തന്നെ സ്കാൻ ചെയ്യും, അതാണ് കുഴപ്പം. ഇതുകൊണ്ട് ദൈവത്തെ വിശ്വസിപ്പിച്ചെടുക്കാൻ വലിയ പാടാണ്. സ്കാനിങ് യന്ത്രം പണ്ട് പോലെ കണ്ടുപിടിച്ച് വെച്ചിരിക്കുകയാണ്. നിങ്ങളുടെ അകമോ, അതിൻ്റെ എക്സ്റേ കോപ്പി എടുത്ത് പറയും, കവർച്ച, ദുഷ്ടത, പഠിച്ചുദിക്കട്ടെ. ഹല്ലേലൂയ, മത്തായി 23:27 വചനങ്ങൾ. കപടനാട്യക്കാരായ നിയമജ്ഞരെ ഫരീസേരെ നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾ വെള്ളയടിച്ച കുഴിമാടങ്ങൾക്ക് സദൃശ്യരാണ്. അവ പുറമേ മനോഹരമായി കാണപ്പെടുന്നെങ്കിലും അവയ്ക്കുള്ളിൽ മരിച്ചവരുടെ അസ്ഥികളും സർവ്വവിധ മാലിന്യങ്ങളും നിറഞ്ഞു കിടക്കുന്നു. അതുപോലെ ബാഹ്യമായി മനുഷ്യർക്ക് നല്ലവരായി കാണപ്പെടുന്ന നിങ്ങൾ ഉള്ളിൽ കാപട്യവും അനീതിയും നിറഞ്ഞവരാണ്. അതിന് അകമോ എന്നുള്ള വാക്കെടുത്ത്, അകമോ. ലൂക്ക 11:39 ഏറ്റു പറഞ്ഞ, അപ്പോൾ കർത്താവ് അവരോട് പറഞ്ഞു, ഫരീസ്യരായ നിങ്ങൾ കോപ്പകളുടെയും പാത്രങ്ങളുടെയും പുറം കഴുകി വെടിപ്പാക്കുന്നു. നിങ്ങളുടെ അകമോ കവർച്ചയും ദുഷ്ടതയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഈ അകം ഒരു പ്രശ്നമാണ്. കർത്താവ് ഈ ആളെ നമുക്ക് ദൈവത്തെ വിശ്വസിപ്പിക്കാനുള്ള കുഴപ്പം, ഈ ദൈവം ഇങ്ങനെ നമുക്കൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ, ഇന്നലെ ഇവിടെ ഒരു ഫോട്ടോഗ്രാഫർ ഇവിടെ വന്നായിരുന്നു. അയാൾ എന്നോട് പറഞ്ഞു, അച്ഛാ ഇതിൻ്റെ 3D എടുക്കാൻ നമുക്ക്, ഇത് പിന്നെ 360 ഡിഗ്രി ഇത് റൊട്ടേറ്റ് ചെയ്യേണ്ട രീതി എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കത് വെബ്സൈറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരേ സമയത്ത് ഒരു ഫോട്ടോ നോക്കുമ്പോൾ മൊബൈൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കുന്നതനുസരിച്ച് കൊണ്ട് ഈ ഒരു ഫോട്ടോയിൽ തന്നെ കൃപാസനത്തിൻ്റെ മുഴുവൻ വർക്കുകൾ കയറി വരും. ഒരു ഫോട്ടോ നോക്കിയാൽ മതി, നല്ലൊരു ടെക്നീഷ്യനാണ് ഉള്ളിലേക്ക്. അപ്പം അതുപോലെ തന്നെയാണ് ഇതുപോലെ ഈ ഈശോൻ്റെ അടുത്ത് വരുമ്പോൾ കുഴപ്പം, ഈ പുറം മാത്രമല്ല അകം കുറേ കാണും, അകം കാണിക്കും. അതാണ് ഏറ്റവും വലിയ അബദ്ധം എന്ന് പറയുന്നത്. ദൈവതിരുസന്നിധിയിൽ ഇന്ന് അവളുടെ കുഴപ്പം ഈ ആക്കമോ ഇപ്പം കണ്ടില്ലേ, 11:30 എന്താ ലൂക്ക 11:39 ആകമോ. അതായത് നേരത്തെ നമ്മൾ വായിച്ചത് എന്തായിരുന്നു, മത്തായിയുടെ സുവിശേഷം 23:20. അപ്പം ഈശോന് ഉള്ളിലെന്ന് പറഞ്ഞ്, ഇവിടെ ലൂക്ക അകമെന്ന് പറഞ്ഞത്. അപ്പം അകവും ഉള്ളിലും ദൈവം ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യുന്നൊരു സംഭവമാണ്.
അതുകൊണ്ടാണ് ഈ ഉടമ്പടി നമ്മൾ എപ്പോഴും നിങ്ങൾ കുമ്പസാരിക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം. കുമ്പസാരത്തിൽ ചെയ്ത പാപങ്ങൾ മാത്രമേ നമുക്ക് കുമ്പസാരത്തിൽ പറയാൻ പറ്റത്തുള്ളൂ. ചെയ്ത പാപങ്ങൾക്ക് അനുതാപം ഉണ്ടെങ്കിൽ ഏറ്റുപറഞ്ഞാൽ അതിൻ്റെ ഗുണമുണ്ടാവും. പക്ഷെ പാപം ചെയ്യാനുള്ള പ്രവണത എന്ന് പറയണത് നമ്മളുടെ നിലപാടാണത്. ഇപ്പം ഇപ്പോൾ റോസ് ബെന്നിയുടെ കാര്യം, റോസ് ബെന്നിക്ക് 9 ഏക്കറുണ്ട്. അപ്പോൾ മറ്റുള്ളവരെല്ലാവരും നമ്മുടെ അകം ശരിയല്ലെങ്കിൽ, റോസ് ബെന്നി ഈ സാക്ഷ്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ ഈശോയോട് പറഞ്ഞത്, ഈശോ എൻ്റെ പാഠശേഖരത്തിൻ്റെ പ്രശ്നമല്ല, ഞങ്ങൾക്കിത് തന്നില്ലെങ്കിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ അവിടെ ഹോസ്റ്റൽ ഫീസൊന്നും കൊടുക്കാൻ പറ്റത്തില്ല, കോളേജ് ഫീസ് കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷേ എന്നെപ്പോലെ കുട്ടനാട്ടിലുള്ള എല്ലാ പാഠശേഖരങ്ങളും ഞാൻ സമർപ്പിക്കുകയാണ്. അവരും എന്നേക്കാൾ കടക്കാരായിരിക്കും മിക്കവാറും. അതാണ് പ്രശ്നം. അതാണ് ഈ അകമോ എന്ന് പറഞ്ഞത്. അകമോ എന്ന് പറഞ്ഞത് വെച്ചാൽ അകം ഒരു പ്രശ്നമാണ്. ഇപ്പോൾ റോസ് ബെന്നിയെ സംബന്ധിച്ചത് ഈ പ്രാർത്ഥന ദൈവത്തിൽ കേൾക്കാതിരിക്കാൻ പറ്റത്തില്ല. എന്താ കാര്യം? അകം ഓക്കെയാണ്. ചില ആളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മാത്രം കൊയ്താൽ മതി, ബാക്കിയെല്ലാം നശിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവും. അതാണ് അകമോ. കവർച്ചയും ദുഷ്ടതയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, അല്ലേ? കവർച്ച ചെയ്തിട്ട് നമ്മൾ മാത്രം രക്ഷപ്പെടണം, ബാക്കിയുള്ളവരെല്ലാം ഗതി പിടിക്കാതെ പോരണം. ഇവർ പറയണ കാര്യം അത് നമ്മുടെ ജാതിക്കാരല്ലെന്ന് പറയണം. ഇപ്പം ഇങ്ങനെ സംഭവമല്ലേ? അതാണ് വിഷയം വേണ്ടത്. അപ്പം ഇങ്ങനെ വരുമ്പോൾ ഈ ജാതിയും സ്പർദ്ധയും എല്ലാം കയറി വരുമ്പോൾ അകം മോശമാവും. അപ്പം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ടാണ് ഈശോ പറയണത്, ഈശോ ഈ അകമോ എന്ന് പറഞ്ഞത് റിപ്പീറ്റ് ചെയ്യണത് മനുഷ്യരിൽ അവൻ വിശ്വസിച്ചില്ല എന്നുള്ളതാണ്. അകം മോശമാണെങ്കിൽ പിന്നെ നമ്മളെ ദൈവം വിശ്വസിക്കത്തില്ല. അകം മോശമാണെങ്കിൽ ദൈവം നമ്മളെ വിശ്വസിക്കത്തില്ല. അതാണ് 2:24 യോഹന്നാന്റെ സുവിശേഷം. യേശുവാകട്ടെ അവരെ വിശ്വസിച്ചില്ല. കാരണം അവൻ അവരെ എല്ലാം അറിഞ്ഞിരുന്നു. മനുഷ്യനെ പറ്റി ആരുടെയും സാക്ഷ്യം അവന് ആവശ്യമായിരുന്നില്ല. മനുഷ്യനിലുള്ളത് എന്താണെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നു. അപ്പൊ ഒന്നിട്ട് പറഞ്ഞു നോക്കണം, മനുഷ്യരെ കുറിച്ച് ആരുടെയും സാക്ഷ്യം അവന് ആവശ്യമായിരുന്നില്ല. കാരണം മനുഷ്യനുള്ളത് എന്താണെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നു. അപ്പൊ ശുപാർശ നടക്കത്തില്ലെന്നായി പറയണത്. അതല്ലേ പറയണത്. മനുഷ്യരെക്കുറിച്ച് ആരുടെയും സാക്ഷി അവന് ആവശ്യമില്ല. എന്താ കാര്യം? ഇപ്പം നമ്മളിവനെ ശുപാർശ ചെയ്താലും ഇവൻ കയ്യിരിപ്പ് മോശമാണെങ്കിൽ വർക്കൗട്ട് ചെയ്യത്തില്ല. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അതായത് മനുഷ്യരെക്കുറിച്ച് ആരുടെയും സാക്ഷ്യം ആവശ്യമായിരുന്നില്ല. കാര്യം എന്താണ്? മനുഷ്യൻ്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് അവൻ അറിഞ്ഞിരുന്നു. അപ്പോൾ ഈ നമ്മുടെ ഉള്ള് ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഒരു ശ്രദ്ധാകേന്ദ്രമാണ്. നിങ്ങളത് എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ ഉള്ളിൽ കറക്റ്റ് ചെയ്യണം. എന്തെങ്കിലും മാർഗം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ ദൈവം നേരിട്ടിറങ്ങി വന്നാൽ പോലും അവരുടെ പാപത്തിൽ നിന്ന് മാറത്തില്ല. അപ്പം അവരെക്കുറിച്ച് എനിക്ക് പറയാനൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും മാർഗം, രക്ഷപ്പെടാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ കറക്റ്റ് ചെയ്യണം. കാര്യം ഉള്ളിൽ കറക്റ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ ദൈവത്തിന് 1-ാം സ്ഥാനം വേണം. അവിടെ ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുത്തില്ലെങ്കിൽ ആ ഉള്ള വായി നോക്കികളെല്ലാം കയറി ആ 1-ാം സ്ഥാനത്ത് കയറിയിരിക്കും. നിങ്ങളെ അറിയത്ത് പോലും ഇല്ല. അവിടെ നിങ്ങൾ പള്ളിയിൽ പോകാൻ പോലും ഒരു സമ്മതിക്കത്തിലില്ല. ഞാൻ എന്ന് പോകണില്ല, നീ പോകണ്ടെന്ന്. ഇവർ പള്ളിയിൽ പോകണത് എന്തിനാണ്? അവിടെ ലൈൻ അടിക്കാൻ പോണതാണ് പള്ളിയുടെ അടുത്ത്. ഒരുത്തൻ, ഞാൻ ഒരു വാടക്കലെന്ന് പറഞ്ഞൊരു ഇടവകയിരിക്കുന്നു. അപ്പോൾ ഒരുത്തൻ ഓട്ടോറിക്ഷ ഇടിച്ച് മരിച്ചു. അപ്പം ഞാൻ ഇടവക വികാരിയായ കാരണം രാത്രി പോകും, മരിപ്പ് വീട്ടിൽ അടക്കത്തിൻ്റെ സമയത്തും പോകും. പിന്നെ അടക്കി കഴിഞ്ഞ് 2 ദിവസം പോകും. കാര്യം അടക്കി കഴിഞ്ഞാൽ നമ്മൾ പോകേണ്ടത്. കാര്യം ആ സമയത്താണ് ഈ നാട്ടുകാരും എല്ലാവരും പോയിട്ട് ഇവർ ഒറ്റയ്ക്ക്, മരിപ്പ് വീട്ടുകാർ ഒറ്റയ്ക്കിരുന്ന് തേങ്ങനെ കാണാം. അപ്പോൾ നമ്മൾ പള്ളിക്കാർ പോയി അവിടെ കർത്താവിൻ്റെ ഒരു സാന്നിധ്യം നമ്മൾ കൊടുക്കണം അവർക്ക്. അത് പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. മരിപ്പിൻ്റെ ഇടയ്ക്ക് പോയില്ലെങ്കിൽ മരിപ്പ് കഴിഞ്ഞ് നിങ്ങൾ ബന്ധുക്കളുടെ വീട്ടിൽ പോകണം. അതായത് നിങ്ങളെല്ലാം പിരിഞ്ഞു പോകാൻ വേണ്ടിയല്ല ചെല്ലണത് തന്നെ. മരിപ്പ് വീട്ടിൽ പോയിട്ടും വാച്ചിട്ട് നോക്കുന്ന ആൾക്കാരല്ലേ ഉള്ളത് നമ്മുടെ ബന്ധുക്കളെന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാർ. എപ്പോൾ അടക്കാൻ പറ്റും? അച്ഛമ്മനില്ല എന്ന് പറഞ്ഞ് നിൽക്കണ കാണാം ആൾക്കാർ. ഇതിങ്ങനെ കണ്ടല്ലേ ഈ മരിപ്പ് 3 മണിക്ക് അടക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ ആൾക്കാരെല്ലാം ഇതിങ്ങനെ കാണിക്കണ കാണാം.
നമ്മളവർക്കും വല്ല പാർക്കിൻസൺസും ആണെന്ന്. പാർക്കിൻസൺസ് അല്ല, സമയത്തെട്ട് നോക്കണതാണ് വാച്ച്. അച്ഛൻ വന്നില്ലേ എന്ന്. ഇത്രയുള്ള ബന്ധുക്കളൊക്കെ മര്യാദക്ക് ദൈവമായിട്ടൊരു പിടിപാടുണ്ടാക്കി എടുക്കുക കേട്ടോ. നിങ്ങൾ ഈ പറഞ്ഞ ഒന്നാം സ്ഥാനത്ത് കരുവിക്കുന്ന ആൾ ഒന്നും ഉതകത്തില്ല. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഇപ്പം തന്നെ ഞാൻ ഇവരുടെ കാര്യം പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ ഓട്ടോറിക്ഷക്കാരൻ. അപ്പം നമ്മൾ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തില്ലെങ്കിൽ വേറെ ആൾക്കാരൊക്കെ വരിഞ്ഞു കയറി നമ്മുടെ ജീവിതത്തിലിരിക്കും. നമ്മളത് ഭയങ്കര ഗമയായിട്ട് കൊണ്ടുനടക്കുകയും ചെയ്യും. മനുഷ്യൻ എന്തുമാത്രം വിഡ്ഢിയാണെന്നറിയാമോ? അപ്പോൾ ഞാൻ ഈ വീട്ടിൽ ചെന്ന്, അപ്പോൾ എന്നെ കണ്ടപ്പോൾ തന്നെ അവിടുത്തെ ഒരു ടീച്ചറാണ്, എൻ്റെ മകനാണ് മരിച്ചു കിടക്കണം ഓട്ടോറിക്ഷ അടിച്ച്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, എൻ്റെ അച്ഛാ, ഞാനെല്ലാ കുരിശ് വിട്ടാണ് ഇവനെ കിടത്തിയത്, ഒരു കുരിശ് ഇവനെ രക്ഷിച്ചില്ലെന്ന്. അപ്പോൾ എനിക്കിട്ട് പാരപണിയാണ്, മരിപ്പിൻ്റെ ഇടയ്ക്ക് അച്ഛനിട്ട് പണി കൊടുക്കണവരെ. അവർ പറഞ്ഞു, ഞാനെല്ലാ കുരിശ് വിട്ടാണ് ഇവനെ കിടത്തിയത്, ഉറക്കിയതേ കുഞ്ഞുനാൾ മുതൽ, ഒരു കുരിശും അവനെ രക്ഷിച്ചില്ലെന്ന്. ഇതാണ് ബേസിക് അവരുടെ. എനിക്ക് അറിയാം എന്തുകൊണ്ടാണ് കുരിശൊന്നും രക്ഷിക്കാഞ്ഞെന്ന്. അത് എനിക്കവിടെ പറയാൻ പറ്റുമോ? ഇവർക്ക് ഞാനവിടെ കക്ഷിയല്ലല്ലോ എൻ്റെ അടുത്ത്. എന്താ സംഭവിച്ചത്, ഇവൻ അവിടെ നിന്ന് പോരണത്, വീട്ടിൽ നിന്ന് പോന്നിട്ട് ഈ കുർബാന ഉയർത്തുന്ന സമയത്ത് എല്ലാം ഇവൾ ഒരു ലൈനുണ്ട്, അവളെ വിളിച്ച് പള്ളിയിൽ നിന്ന് ഇറക്കിയിട്ട് പള്ളിയുടെ മണിമാരുടെ മുകളിലൊക്കെ ഇരുന്നുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടി. പ്രൊട്ടക്ഷൻ പോയി. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഒന്നിറങ്ങിയ നേരം വിളിക്കുമെന്ന് വിചാരിക്കരുത്. കാര്യം നമ്മൾക്ക് ദൈവം നമ്മൾ നിലനിൽക്കുന്നത് തന്നെ ദൈവം നമ്മുടെ പ്രൊട്ടക്ഷനുണ്ട്. നമുക്ക് പുറകിൽ കണ്ണില്ലെന്ന് എപ്പോഴും ഓർത്തേക്കണം. പുറകിലെ കണ്ണ് ദൈവത്തിൻ്റെ കണ്ണാണ്. അത് നിങ്ങൾ ഈ തലക്കെട്ട് കെട്ടി അടച്ചു വെക്കരുത്. ഞാൻ പോരാളിയാണെന്ന് പറഞ്ഞാൽ തലക്കെട്ട് കെട്ടുന്നത്. തലക്കെട്ട് കെട്ടുമ്പോൾ ദൈവത്തിൻ്റെ പുറകിലെ കണ്ണ് അടഞ്ഞു പോകും. അത് പുറകെ ദൈവത്തിൻ്റെ കണ്ണാണത്. എൻ്റെ പ്രശ്നം വെച്ചാൽ ദൈവമാണ്. നമുക്കെല്ലാവരും കാണാൻ പറ്റില്ല മക്കളെ. ജോലി ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് സമാധാനം ഉണ്ടാകുന്ന നിർബന്ധമില്ല. ആരോഗ്യം ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് സന്തോഷമുണ്ടെന്ന് നിർബന്ധമില്ല. കുറേ പകുതിയോളം കാര്യം ദൈവത്തിൻ്റെതാണ്. ആദ്യമേ തന്നെ നമ്മൾ വാള് വെച്ച്, അഹങ്കാരത്തിൻ്റെ വാള് വെച്ച് കീഴടങ്ങണം. കർത്താവേ, നീ എന്നെ കൈപിടിച്ച് നടത്തണമേ, ഞാൻ അന്ധനാണെന്ന് പറയണം. എനിക്ക് കാണേണ്ട പോലെ കാണാൻ പറ്റണില്ല, ഞാൻ കാണുന്നതെല്ലാം മാത്രമേ ഉള്ളെന്ന് ഞാൻ ധരിക്കുന്നു, നീ എന്നെ കൈപിടിച്ച് നടത്തണമേ. അവിടെയാണ് എളിമ വരണത്. എളിമ ഉണ്ടെങ്കിൽ നമ്മൾ ആശ്രയം ഉണ്ടാകും. ഇപ്പം ഈ റോസ്റ്റിൻ്റെയും ബെന്നിയുടെയും വിഷയം എന്താ, മഴ ഇങ്ങനെ കനക്കണ സമയത്ത് റോസ് കൊന്തയും ചൊല്ലിക്കൊണ്ട് ഈ പാടശേഖരത്തിന് ചുറ്റും നടക്കുകയുണ്ട്. ബെന്നിക്ക് കൊടുക്കുന്ന സപ്പോർട്ട് ഭയങ്കരമാണ്. ഇത് നമ്മൾ ഉടമ്പടി എടുത്ത പാടശേഖരമാണ്. നമ്മൾ മാത്രമല്ല, നമ്മൾ മൂലം ഇവിടെയുള്ള പാടശേഖരങ്ങളെല്ലാം രക്ഷപ്പെടും. കാര്യം എന്താ, നമുക്ക് ദൈവമായിട്ട് ബന്ധമുണ്ട്. ഇവർക്ക് ആ പറയണ കറക്റ്റാണ്. അപ്പോൾ ബെന്നിക്ക് പക്ഷേ ഇവളിങ്ങനെ ഈ വേദോപദേശമൊക്കെ പറഞ്ഞെങ്കിലും ബെന്നിക്ക് അത്ര വിലപ്പോണില്ല. അത് ഭാര്യയുടെ സ്ഥിരം വേദോപദേശമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ തള്ളിക്കളയും. അപ്പോൾ അമ്മയോട് പറയും, അമ്മേ, ബെന്നി വിശ്വസിക്കണില്ല, ഞാൻ തലകുത്തി പറഞ്ഞിട്ട് പോരും ഇതിന്മേ ഒരു മഴക്കാറ് വീഴത്തില്ലെന്ന് എനിക്കറിയാം, എനിക്ക് അമ്മയ്ക്കും അറിയാം. പക്ഷെ ബെന്നി വിശ്വസിക്കണില്ല. അപ്പം ബെന്നിക്കൊരു അടയാളം കൊടുക്കുമെന്ന് പറയും. അങ്ങനെ അവർക്കെന്തൊരു അധികാരമാണ് അമ്മയോട് സംസാരിക്കാൻ. എനിക്ക് വിശ്വാസമുണ്ട്, പക്ഷെ ബെന്നി വിശ്വസിക്കണില്ല. ബെന്നിക്കൊരു അടയാളം കൊടുക്കാൻ പറയും. അതെന്തൊരു കമാൻഡാണ്, അമ്മയോട് പറയണതാണ്. ആ പറഞ്ഞ് വായി നാക്കിട്ടില്ല, അപ്പം തന്നെ മഴവില്ലിങ്ങനെ വന്ന് വീശിയങ്ങൾ നിൽക്കും പാടത്ത്. അപ്പോൾ ബെന്നി വിളിക്കും, ബെന്നി ദേ നോക്ക്, അമ്മ വന്നിട്ടുണ്ടെന്ന് പറയും. അതാണ് ബന്ധം എന്ന് പറയണത്. ബെന്നി ദേ നോക്ക്, അമ്മ വന്നിട്ടുണ്ട്, ഇപ്പം മതിയാ. ചോദിക്കാതിരിക്കുകയാണ് എപ്പോഴും നല്ല ദൈവത്തോട്. ഗതികെട്ടാൽ ചോദിക്കണം. ചോദിച്ച് ദൈവത്തിനെ പരീക്ഷിക്കാതിരിക്കണം എപ്പോഴും നല്ലത്. പക്ഷേ ഇപ്പോൾ ബെന്നി വിശ്വസിക്കാത്ത കൊണ്ടാണ് അവളങ്ങനെ പറയണത്. പിന്നെ എന്താ സംഭവിക്കണമെന്നറിയാം. പിന്നെ അവൾ പറയണതേ, പിന്നെ ഒരു വെയിലിങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ അച്ഛാ, ഇവിടെ ഈ പാടശേഖരത്തിൽ വെള്ളം പറ്റിയ വഴിയറിഞ്ഞില്ലെന്ന്. ഞങ്ങൾക്ക് എല്ലാ പാടശേഖരത്തിലും കൂടി വണ്ടി ഇറങ്ങുകയാണ്. ഞങ്ങൾക്ക് വണ്ടി കിട്ടുമെന്ന് ഞാൻ അമ്മയോട് ചോദിച്ചു. അമ്മേ, വണ്ടിയെല്ലാം ഓരോരുത്തർ പാർട്ടി ബേസിലൊക്കെ അല്ലേ വണ്ടി കിടക്കണത്. അപ്പോൾ അതുകൊണ്ട് വണ്ടിക്കാർ അവരുടെ ബന്ധമുള്ള പാടശേഖരങ്ങളിലൊക്കെയാണ് വണ്ടി ഓടിച്ച് അത് കൊയ്ത് കിട്ടത്തുള്ളൂ. അപ്പം ഞങ്ങൾക്ക് വണ്ടി കിട്ടുമോ അമ്മയെന്ന് ചോദിക്കുമ്പോൾ 4 വണ്ടി ഒരുമിച്ച് വരും. എന്നിട്ട് അവരങ്ങോട്ട് കൊയ്ത് ടക്കടകാന്ന് കൊയ്ത് 9 ഏക്കറും കൊയ്ത് കൊടുത്തിട്ട് പോകും. ഒരു നെല്ല് പോലെയാണ്. അപ്പോഴുണ്ട് ഗവൺമെൻറ് വിളിച്ച് പറയണത് 100-ന് 8 വേണ്ട, 100-ന് 1 മതിയെന്ന്.
ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പം നോക്കി എന്ത് അത് ആ സെക്ഷൻ പോണ പൂക്ക് കണ്ടില്ലേ, അതെന്ന് പറയണത് ഉടമ്പടിയാണ്. ഉടമ്പടി എന്ന് പറയുമ്പോൾ ആ ഉടമ്പടി എടുക്കുന്ന ആളിന് ചഞ്ചലിപ്പുണ്ടാകരുത്. നമുക്ക് ചഞ്ചലിപ്പുണ്ടോ ഇപ്പം നമ്മൾ മോട്ടർ അടിക്കുമ്പോൾ എയർ കയറുമല്ല ഇല്ലേ, നിങ്ങൾ മോട്ടർ കണ്ടിട്ടില്ലേ? ഓ ഭാഗ്യം. മോട്ടർ അടിക്കുമ്പോൾ എയർ കയറും, ചില സമയത്ത് വെള്ളം കയറത്തില്ല. വെള്ളം കയറി മോട്ടർ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. പക്ഷെ നമ്മൾ അറിയത്തില്ല വെള്ളം കയറുന്നുണ്ട്. എന്നിട്ട് നമ്മളിങ്ങനെ കഴുത്ത് വലിച്ചിങ്ങനെ മുകളിലോട്ട് നോക്കും, എന്താണ് ഓവർഫ്ലോ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ നോക്കും. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് നമ്മളെ മെസ്സിയിട്ട് കളിപ്പിക്കുകയും ചെയ്യും, തീ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും. ചാടി വന്നിട്ട് മോട്ടർ ടാങ്കിൽ നോക്കും, ഓവർഫ്ലോ ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ മോട്ടർ അടിക്കുന്നുണ്ട്, ഇതിന് ഓവർഫ്ലോ വരണില്ല എന്ന് പറയും. അപ്പോൾ നോക്കണ പറഞ്ഞേ മോട്ടർ അടിക്കുന്നുണ്ട്, വെള്ളം കയറുന്നില്ല, ഗ്യാസാണ് കയറണത്. അപ്പോൾ ഇനി രണ്ടാമതെല്ലാം രണ്ടാമത് പണിയേണ്ടി വരും. ഇതുപോലെയാണ് നമ്മുടെ ഒരു വിഷയത്തിൽ വരണത്. പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മൾ, മരണപ്രാർത്ഥനയാണ്. പക്ഷെ ടെൻഷൻ കയറിപ്പോയി, എൻ്റെ ഇടക്കൂടി ഗ്യാസ് കയറുന്നുണ്ട്. ടെൻഷൻ മാത്രമേ ഉണ്ടാകത്തുള്ളൂ, പ്രാർത്ഥന കയറത്തില്ല. അതിതാണ് ഈ അബദ്ധം പറ്റണത്. അപ്പോൾ അതുകൊണ്ട് ഈ റോസിൻ്റെ ഒരു വിശ്വാസത്തിലേക്ക് വരണം. എത്ര മഴക്കാറ് കണ്ടാലും അമ്മ ഇത് കൊയ്ത് നമുക്ക് തരും, എന്ന് ബലമുണ്ടാകണം. ഇത് ബലമുണ്ടാകും എന്ന് പ്രാർത്ഥിച്ച മക്കളെ, കർത്താവായ ദൈവമേ, എല്ലാ വിഷമങ്ങളുടെ ഇടയ്ക്കും നല്ല ഉറപ്പ് കിട്ടാൻ, നല്ല അവലംബം കിട്ടാൻ ഞങ്ങൾക്ക് പ്രത്യേകമായ ആത്മധൈര്യം നൽകണമേ. ശ്രുതികട ഹല്ലേലൂയ. സുഖമായി